നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നുവരുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും പറയുന്ന യുവസന്യാസിനി സിസ്റ്റർ കാരുണ്യ CMCയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച ദേശീയ റെക്കോർഡ് ജേതാവും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയുമായ സിസിലി CMCയുടെ വാർത്തകളും ഭാര്യയുടെ മരണത്തിന് ശേഷം സെമിനാരിയിൽ ചേർന്ന് 71-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജോസ് തോട്ടുകടവിലിൻ്റെ വിശേഷങ്ങളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആർച്ച് ബിഷപ്പുമാരുടെ സ്ഥാനീയ ചിഹ്നമായ പാലിയം ഉത്തരീയം ആശീർവദിച്ചതും പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും സന്യാസ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും പറയുന്ന യുവസന്യാസിനിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. സന്യാസിനികൾ കോൺവെന്റുകളിൽ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും സന്യാസിനിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. സന്യാസത്തെക്കുറിച്ചും സന്യാസിനികളെക്കുറിച്ചും അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ സന്യാസ ജീവിതത്തിന്റെ മഹത്വവും മനോഹാരിതയും എടുത്തുകാട്ടുന്നതാണ് സിസ്റ്റർ കാരുണ്യയുടെ വാക്കുകൾ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമാണ് ഒരു പെൺകുട്ടി സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതെന്നും ലോകം തരുന്ന സൗഭാഗ്യങ്ങളും ഉന്നത സ്ഥാനമാനങ്ങളും നേടാമായിരുന്നിട്ടും അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ചാണ് യുവത്വം സന്യാസത്തിലേക്ക് കടന്നുവരുന്നതെന്നും സിസ്റ്റർ കാരുണ്യ പറയുന്നു. തമ്പുരാൻ തൊടാതെ ഇവിടെ ആർക്കും വരാൻ പറ്റത്തില്ല. അതുപോലെ കർത്താവ് വിചാരിച്ചാൽ നടത്താതിരിക്കാനും പറ്റില്ല, പുള്ളിക്ക് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ സർവ്വശക്തനായ ഒരു തമ്പുരാൻ ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചത് ഈ കൊറോണ കാലത്താണ്. എങ്കിൽ ഈ മക്കൾ സർവ്വശക്തനായ തമ്പുരാൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അത്രയ്ക്കും കഴിവുള്ള, സാധ്യതകളുള്ള, എന്നാൽ വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത പോലെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ അങ്ങേ അറ്റമാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം നമുക്ക് തെറ്റാതിരിക്കുമ്പോൾ, ആ ലക്ഷ്യം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷമാണ് ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് വീടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്കില്ല, പക്ഷേ ആത്മാർത്ഥ സ്നേഹം. എല്ലാ കാര്യത്തിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കൂടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ, സ്വന്തം സഹോദരങ്ങളുടെ കല്യാണത്തിന്, സഹോദരങ്ങളുടെ മക്കളുടെ കല്യാണത്തിനൊന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യോ അവരില്ലല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, സത്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഞങ്ങൾ മാത്രമാണ്. കൂടെ പോയി നിന്ന് കല്യാണത്തിന് നിന്ന് നമ്മൾ ആരും ഇത്രയും പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ ആ ഒരു അനുഭവം കിട്ടുന്നത്, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു കണ്ണ് വേണം. അത് ഭയങ്കരമാണ്. ആ അനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കുടുംബങ്ങളുടെ വിശുദ്ധി പ്രധാനമാണെന്നും വിശുദ്ധമായ കുടുംബങ്ങളിൽ നിന്നും മാത്രമേ വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടാകുകയുള്ളൂ എന്നും സിസ്റ്റർ പറയുന്നു. മാതാപിതാക്കൾ, കുടുംബമാണ് ഈ മക്കളെയൊക്കെ ഇതുപോലെ വിശുദ്ധരാക്കി വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധി ഇന്ന് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമാകണം. എങ്കിലേ വിശുദ്ധമായ കുടുംബങ്ങളിൽ നിന്നേ വിശുദ്ധ ദൈവവിളികൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവരും വിശുദ്ധരായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് നമ്മുടെ വിളിയെ ശക്തിപ്പെടുത്താം. MG യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീ ശാക്തീകരണത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന സിസ്റ്റർ കാരുണ്യ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ കാരുണ്യ ആലപ്പുഴ ആറാട്ടുവഴി മൂലയിൽ വറീച്ചൻ എൽസമ്മ ദമ്പതികളുടെ മകളാണ്. കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച ദേശീയ റെക്കോർഡ് ജേതാവും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയുമായ സിസിലിയ സഞ്ജയ് ഇന്ന് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ സന്യാസാർത്ഥിനിയാണ്. യേശുവിനായി ലോകം തരുന്ന സൗഭാഗ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച സിസിലിയയുടെ ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരാനിരിക്കുന്നവർക്ക് പ്രചോദനമേകുന്ന ഒന്നാണ്. കോട്ടയം പള്ളിക്കുടം സ്കൂളിൽ പഠിക്കുമ്പോൾ സിസിലിയ കരാട്ടയിലും 800 മീറ്റർ ഓട്ടത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദേശീയ തലത്തിൽ 800 മീറ്റർ ഓട്ടത്തിൽ
കേരളത്തെ പ്രതിനിധീകരിച്ച് റെക്കോർഡ് സ്വർണം കരസ്ഥമാക്കിയ സിസിലിയയ്ക്ക് ഇന്ത്യയിലെ ഏതു കോളേജിലും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നപ്പോൾ ലഭിച്ച സന്തോഷം വളരെ വലുതാണെന്നും സിസിലിയ പറയുന്നു. എനിക്ക് സ്പോർട്സ് ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു, നല്ല ആഗ്രഹവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 800 മീറ്റേഴ്സ് റെക്കോർഡ് എനിക്ക് ബ്രേക്ക് ചെയ്ത കാരണം ഇന്ത്യയിലെ ഏത് കോളേജിൽ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടാനും എനിക്കൊരു സാധ്യതയുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തരുന്ന സന്തോഷങ്ങളെക്കാളും വളരെ അധികം വലിയ സന്തോഷമാണ് എനിക്കിവിടെ അനുഭവിക്കുന്നതെന്ന് ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനത് ശരിക്കും ഫീൽ ചെയ്തു, ഞാനത് തിരിച്ചറിഞ്ഞു. +2 പഠനത്തിനും നീറ്റ് എക്സാമിനും ശേഷം സന്യാസിനി ആകണമെന്ന ആഗ്രഹം ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയുവാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ തന്റെ പിതാവ് തന്നോട് പറഞ്ഞുവെന്നും ആ ധ്യാന അനുഭവം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും സിസിലിയ പറയുന്നു. കുറച്ചുകൂടെ മെച്ചുവറായി നന്നായിട്ട് തീരുമാനിച്ചിട്ട് നടത്തി പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻട്രൻസ് നീറ്റ് എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു വാക്യൂമായിരുന്നു, ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ നമുക്കൊരു ധ്യാനം കൂടാം. അങ്ങനെ ഞാൻ ചെത്തിപ്പുഴയിൽ കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നു. അവിടുന്ന് എനിക്ക് കർമ്മലയിലേക്കുള്ള എൻ്റെ വിളിയെക്കുറിച്ചൊരു ബോധ്യമായി. അങ്ങനെ സിസിലിയയുടെ മാതാപിതാക്കൾ സിസിലിയയുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസ ജീവിത വഴിത്താരയിൽ മുന്നേറാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രസന്ന പറഞ്ഞു. സമർപ്പിത ജീവിതത്തെ പന്താടുവാൻ പല മീഡിയകളും കിടമത്സരം നടത്തുമ്പോൾ ഉന്നതമായ വൊക്കേഷൻ, ആ വൊക്കേഷനെ ചങ്കോട് ചേർത്ത് ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ വളരെ വിനയവും ശാലീനത, ഒരു പെൺകുട്ടിയുടെ അലങ്കാരം വിനയവും ശാലീനതയുമാണ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ സിസിലിയയിൽ യാഥാർത്ഥ്യമാണ്. വൊക്കേഷനെ ഓർത്ത് ഇത്രമാത്രം അഭിമാനിക്കുകയും പേരൻസ് ആ വൊക്കേഷൻ, കുട്ടിയുടെ വൊക്കേഷൻ ഇതാണ് കുട്ടി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ അങ്ങേയറ്റം നർച്ചർ ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒപ്പം തന്നെ അപ്പൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇവൾ വീട്ടിൽ വെച്ചൊന്നും അധികമൊന്നും മിണ്ടത്തൊന്നുമില്ല, മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യത്തില്ല, പക്ഷേ നിങ്ങൾ എന്ത് അത്ഭുതമാണ് ചെയ്യുന്ന ഈ കുട്ടിയിൽ, ഇവളെല്ലാവരോടും മിണ്ടാൻ തുടങ്ങി, വീട്ടിൽ വന്നു എല്ലാവരോടും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്, ഇപ്പം നല്ലത്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്, നിങ്ങളുടെ കൂടെ എൻ്റെ കുട്ടിയെ വിട്ടതിൽ ഞാൻ അങ്ങേയറ്റം ആനന്ദിക്കുന്നെന്ന് പേരൻസ് സന്തോഷത്തോടെ എന്നോട് പറയുകയുണ്ടായി. CMC ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിൽ സന്യാസ പരിശീലനത്തിലേർപ്പെട്ടിരിക്കുന്ന സിസിലിയ കോട്ടയം പുലിക്കുന്നിൽ സഞ്ജയ് സുമ ദമ്പതികളുടെ ഇളയ മകളാണ്. ദൈവവിളിയുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് വൈദികനാകാൻ സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഫാദർ ജോസ് തോട്ടുകടവിൽ. ഭാര്യയുടെ മരണത്തിന് ശേഷം സെമിനാരിയിൽ ചേർന്ന് 71 വയസ്സിലാണ് ഫാദർ ജോസ് പൗരോഹിത്യം സ്വീകരിച്ചത്. 6 പതിറ്റാണ്ടായി ഫാദർ ജോസ് തോട്ടുകടവിലിന്റെ മനസ്സിൽ വൈദികനാകുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് അതിന് സാധിച്ചിരുന്നില്ല. ഭാര്യ ലില്ലിയുടെ മരണശേഷവും വൈദികനാകുവാൻ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നു ഫാദർ ജോസ് കരുതിയിരുന്നത്. MSFS സന്യാസ സഭയിലെ ഫാദർ ജോസ് വെച്ചുവെട്ടിക്കലാണ് ഫാദർ ജോസിന് ഭാര്യയുടെ മരണശേഷം ദൈവവിളി ഉണ്ടെങ്കിൽ ഇനിയും വൈദികനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. തുടർന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ഫാദർ മാത്യു കൊഴുപ്പക്കുളമാണ് ഫാദർ ജോസിന് സെമിനാരിയിൽ ചേരാൻ വഴിതെളിച്ചത്. ഫാദർ ജോസ് വെച്ചുവെട്ടിക്കൽ അച്ഛന് എന്നോട് പറഞ്ഞു, മക്കളുടെ എല്ലാം കല്യാണമെല്ലാം കഴിഞ്ഞു, കല്യാണം കഴിയുമ്പോൾ അച്ഛൻ ഫ്രീ ആണല്ലോ, സാറ് ഫ്രീ ആണല്ലോ, സാറിന് വേണമെങ്കിൽ അച്ഛനാകാം സമ്മതമാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് ആദ്യം മനസ്സിലായത്, ഈ കല്യാണം കഴിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള എനിക്ക് അച്ഛനാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉടനെ യേശെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് സംശയമായി, ഇത് പോയെന്നാൽ ഇത് വെറും വേസ്റ്റ് ആവുമോ, ധാരാളം വർഷങ്ങൾ സെമിനാരി പഠിക്കണം. എനിക്കാണെങ്കിൽ അന്ന് 64 വയസ്സ് കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു കുറച്ചൊക്കെ ഇളവൊക്കെ കിട്ടുമായിരിക്കും, 4-7-8 വർഷം പഠിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 7-8 വർഷം പഠിക്കണമെങ്കിൽ 64, 8, 72 വർഷമെങ്കിലും ആകും. അത്രയും വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും മരിച്ചു ഒഴിഞ്ഞിരിക്കും. അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 ആഴ്ച കൊടുത്താൽ ഞാനൊന്ന് അന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ 2 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ പ്രായം കൂടുതലായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രശ്നം. പ്രായം കൂടി അച്ഛനാകുന്നതിന് മുമ്പ് മിക്കവാറും മരിച്ചു പോകത്തുള്ളൂ. വെറുതെ സെമിനാരിൽ പോയിരിക്കേണ്ട, മക്കളുടെ കൂടെ പോയി താമസിക്കാം, കൊച്ചുമക്കളെ കളിപ്പിക്കാം, കൊച്ചുമക്കളെ നോക്കാം എന്നൊക്കെയുള്ള ചിന്ത എന്നെ അലട്ടി. അതുതന്നെയല്ല, ഞാൻ രണ്ടാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് കാനഡയിൽ ചെന്ന് മറ്റേ മകനെ സഹായിക്കാം, കുഞ്ഞിനെ നോക്കാൻ സഹായിക്കാം എന്നൊക്കെയുള്ള പ്രോമിസ് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വന്നത്. അപ്പം അവനോട് പ്രോമിസ് കൊടുത്ത് ചെയ്തതല്ലേ എന്നൊക്കെയുള്ള ചിന്തയും ഉണ്ടായി. പിന്നെ ഇത്രയും വയസ്സായി കഴിഞ്ഞിട്ട് അച്ഛനായിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെയുള്ള ചിന്ത, അച്ഛനാകാൻ തന്നെ പറ്റുമോ മരണത്തിന് മുമ്പ് എന്നൊക്കെയുള്ള ചിന്ത. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഈശോ പറയുന്നു, നിൻ്റെ ആയുസ് ഞാൻ നീട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ ഹിതം തന്നെയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ വരാം, സെമിനാരി ചേരാമെന്ന് പറഞ്ഞു. വൈദികനായാൽ ദിവ്യബലി അർപ്പിക്കാം എന്നതായിരുന്നു തന്നെ വീണ്ടും സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും വിഭാര്യനായ ഒരു വ്യക്തിക്ക് ദൈവവിളിയുണ്ടെങ്കിൽ വൈദികനാകാൻ സാധിക്കുമെന്നും അതിന് സഭ അനുവദിക്കുന്നുണ്ടെന്നും ഫാദർ ജോസ് തോട്ടുകടവിൽ പറയുന്നു. വിവാഹ ജീവിതത്തിന് ശേഷം വൈദികനാകാനുള്ള ചാൻസ് ഉണ്ടെന്നോ പലർക്കും അറിഞ്ഞുകൂടാ. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ സാധിക്കും, കല്യാണം കഴിച്ചതല്ലേ? പലരുടെയും വിചാരം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈ മക്കളുണ്ടാകുക, ഇതൊക്കെ കഴിഞ്ഞ് അച്ഛനാകാനും ഒക്കത്തില്ല. കാരണം ലൈംഗികത, അതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. ലൈംഗികത ഒരു വലിയ പാപമാണെന്നാണ് പൊതുവേ ഉള്ള ജനങ്ങളുടെ ഒരു സങ്കല്പം. അതുകൊണ്ട് കല്യാണം കഴിച്ചവർക്ക് ഭാര്യ മരിച്ചുപോയി എങ്കിലും കല്യാണം കഴിച്ചതല്ലേ സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് പലരുടെയും മനസ്സിലെന്ന് എനിക്ക് അവരുടെ ചോദ്യങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായി. കല്യാണം കഴിച്ചവർക്കും വിഭാര്യന്മാരായവർക്ക് ഈശോ സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് വൈദികനാകാം. സെമിനാരി പഠന കാലഘട്ടങ്ങളിൽ ഫാദർ ജോസിന്റെ പ്രാർത്ഥനാ ജീവിതവും സെമിനാരിയിലെ മറ്റു ബ്രദേഴ്സിന് മാതൃകയും പ്രചോദനം നൽകുന്നതായിരുന്നുവെന്നും നോവിസ് മാസ്റ്റർ ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാരംകുന്നിൽ പറഞ്ഞു. അദ്ദേഹം തൻ്റെ സഹപാഠികളായ ബ്രദേഴ്സിനോടൊപ്പം അവർ ഒരുമിച്ച് പോകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അത്രമാത്രം എളിമയുടെ മനോഭാവമായിരുന്നു, എളിമയുള്ള വ്യക്തിയായിരുന്നു. അതിന് ലാളിത്യത്തിൻ്റെ ഒരു മോഡലായിരുന്നു അദ്ദേഹം. പിന്നെ പ്രാർത്ഥനയുടെ ഒരു മാതൃക, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും തന്നെ എല്ലാവർക്കും മുമ്പേ അദ്ദേഹം പള്ളിയിലെത്തുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വർഷങ്ങൾക്കു ശേഷം വൈദികനാകുവാനുള്ള തന്റെ ആഗ്രഹത്തിന് ദൈവം പ്രത്യുത്തരം നൽകി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എടുത്തുയർത്തിയതിന്റെ സന്തോഷത്തിലാണ് ഫാദർ ജോസ്. ചെങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മക്കളും മരുമക്കളുമടക്കം നിരവധി പേർ എത്തിയിരുന്നു. അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാനകേന്ദ്രത്തിൽ കുമ്പസാരിപ്പിക്കുകയും ധ്യാന ശുശ്രൂഷകളിൽ സഹായിച്ചു വരികയുമാണ് ഫാദർ ജോസ് ഇപ്പോൾ. സമ്പൂർണ്ണ ബൈബിൾ പാരായണ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി രൂപത സംഘടിപ്പിച്ച ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരം ശ്രദ്ധേയമായി. രൂപതയുടെ ഇടവകകളിൽ നിന്നായി 750 പേർ പങ്കെടുത്തു. കൊച്ചി രൂപത മതബോധന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരം നടന്നത്. പുതിയ നിയമം പകർത്തിയെഴുത്തു മത്സരത്തിൽ 750 പേർ പങ്കെടുത്തു. ബൈബിൾ പകർത്തിയെഴുത്തു മത്സരത്തിൽ പങ്കാളിയായതിലൂടെ അനേകരുടെ രോഗങ്ങളും ദുഃഖങ്ങളും സൗഖ്യമായതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഫാദർ മാത്യു പുതിയാത്തു പറഞ്ഞു. ഏകദേശം 6 മാസം കൊണ്ട് 750-ൽ പരം പേര് ഈ പകർത്തിയെഴുത്ത് മത്സരത്തിൽ പങ്കുചേരുകയും 252 പേരോളം ഇതിൻ്റെ പ്രവർത്തനം നടത്തി അത് പൂർത്തിയാക്കുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം ദൈവാനുഗ്രഹങ്ങളും. അനേകം പേർക്ക് സൗഖ്യം ലഭിച്ചതായും അനേകരുടെ രോഗങ്ങളും അനേകരുടെ ദുഃഖങ്ങളും ഒക്കെ മാറുവാനായിട്ട് ഈ ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരത്തിന് സാധിച്ചു എന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. ബൈബിളിന്റെ പകർത്തിയെഴുത്തിനായി നീല, കറുപ്പ് നിറങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. ജനുവരി മാസം ആദ്യം ആരംഭിച്ച മത്സരത്തിൽ പങ്കെടുത്ത 750 പേരിൽ 252 പേർ മാത്രമാണ് പുതിയ നിയമം ബൈബിൾ ഭാഗം എഴുതി പൂർത്തിയാക്കിയത്. തൃശൂർ ജില്ലയിലെ പാലയൂർ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിൽ. തോമസ് ലീഹ സ്ഥാപിച്ച പള്ളികളിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ ദേവാലയമാണിത്. ജൂലൈ 3 നടന്ന തിരുകർമ്മങ്ങൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപതയിലെ പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തെ സീറോ മലബാർ സഭയുടെ
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സഭാദിനമായി നാം ആഘോഷിക്കുന്ന മാർ തോമാസ് ലീഹായുടെ ദുഗ്രാന തിരുനാൾ ഈ ജൂലൈ 3-ാം തീയതി നാം ആഘോഷിക്കുന്നു. ഈ ദിവസം തന്നെ നമ്മുടെ ഈ ദൈവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കോവിഡ് കാലത്താണെങ്കിലും ഈ ജൂലൈ 3-ാം തീയതി തന്നെ ഈ പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയും നടത്തണമെന്ന് അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ സുചിന്തിതമായ തീരുമാനമായിരുന്നു. കോവിഡ് കാലത്താണെങ്കിലും ഈ പ്രധാനപ്പെട്ട സംഭവത്തിന് ആവശ്യകമായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദുഃഖ്രാന തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ എന്നിവർ സഹകാർമ്മികരായി. സീറോ മലബാർ സഭാ ചാൻസലർ റവറൻ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ തീർത്ഥകേന്ദ്രത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുള്ള സിനഡിന്റെ ഡിക്രി വായിച്ചു. തൃശൂർ അതിരൂപതയിലെ പാലയൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്ന പദവി 2020 ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഇതിനാൽ കൽപ്പിച്ചു നൽകുന്നു. ഈ കൽപ്പനയാൽ ഇത്തരം ദേവാലയങ്ങൾക്ക് നിയമം നൽകുന്ന എല്ലാ അവകാശ അധികാരങ്ങളും കടമകളും പ്രസ്തുത ദേവാലയത്തിന് കൈവരുന്നതാണ്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ദിവ്യബലിക്ക് മുൻപും ജൂലൈ 11-12 തീയതികളിൽ നടക്കുന്ന തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന തിരുനാളായ തർപ്പണ തിരുനാളിന്റെ കൊടികയറ്റം തിരുക്കർമ്മങ്ങൾക്ക് ശേഷവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹ AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി പാലയൂരെത്തി ക്രൈസ്തവ സമൂഹത്തിന് അടിത്തറ പാകി. തൃശൂർ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പാലയൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിരവധി പേരാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലൂടെ ആഗോള സഭയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് അത് കൂടുതൽ ഊർജം നൽകും. മാർ തോമാസ് ലീഹ വന്നിറങ്ങിയ ബോട്ടുകുളവും തർപ്പണാത്ഭുതം നടത്തി പൂർവികരെ മാമോദിസ മുക്കിയ തളിയക്കുളവുമെല്ലാം ഇവിടുത്തെ മാത്രം സവിശേഷതകളാണ്. കൽക്കുരിശും കൽവിളക്കുകളും 45 അടി ഉയരമുള്ള ഏറ്റവും വലിയ മാർത്തോമ ശില്പവും ഇവിടെയുണ്ട്. 1607 ഇറ്റാലിയൻ വൈദികനാണ് പാലയൂർ പള്ളി പുതുക്കിപ്പണിതത്. ഫ്രാൻസിസ് പാപ്പയുടെ ഡിക്രി പ്രകാരമുള്ള ദണ്ഡമോചനത്തിന്റെ വിശ്വാസ കവാടവും ചരിത്ര മ്യൂസിയവുമെല്ലാം പാലയൂർ തീർത്ഥകേന്ദ്രത്തിന്റെ ആകർഷണങ്ങളാണ്. ഈ ദേവാലയത്തിൽ എല്ലാ മാസവും 30 ഞായർ ദിവസങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്നും മാമോദീസയ്ക്കായി നിരവധി വിശ്വാസികളെത്തുന്നുമുണ്ട്. 1998 ആരംഭിച്ച പാലയൂർ തീർത്ഥാടന പദയാത്ര ഇന്നും തുടരുന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്നും കാൽനടയായാണ് വിശ്വാസി സമൂഹം പാലയൂരിലെത്തുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ സർക്കാർ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് തിരുക്കർമ്മങ്ങൾ നടത്തിയത്. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പുമാരുടെ സ്ഥാനീയ ചിഹ്നമായ പാലിയം ഉത്തരീയം ആശീർവദിച്ചു. ആടുകളും ഇടയനും തമ്മിലുള്ള ഐക്യത്തിന്റെ അടയാളമാണ് പാലിയം. റോമിലെ പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള വിധേയത്വത്തിന്റെ അടയാളമായ പാലിയം വെഞ്ചിരിച്ച് ഫ്രാൻസിസ് പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെത്രാപ്പൊലിത്തമാർക്ക് സമ്മാനിക്കുന്നത് പതിവാണ്. എന്നാൽ ഈ വർഷം മഹാമാരിയെ തുടർന്ന് വിവിധ ഇടങ്ങളിലായിരിക്കുന്ന മെത്രാപ്പൊലിത്തമാർക്ക് എത്താൻ സാധിക്കാത്തതിനാൽ പാലിയം സമ്മാനിക്കാനായില്ല. സമ്മാനിക്കാനുള്ള പാലിയം പാപ്പ ആശീർവദിച്ചു. 31 ആർച്ച് ബിഷപ്പുമാർക്കാണ് പാലിയം ലഭിക്കേണ്ടിയിരുന്നത്. പാലിയം എന്നത് വെളുത്ത കുഞ്ഞാടിന്റെ കമ്പിളി കൊണ്ട് നിർമ്മിക്കുന്ന വസ്ത്രമാണ്. പുതിയ മെത്രാപ്പൊലിത്തമാർ ഓരോരുത്തരും അവരുടെ വിധേയത്വം ഏറ്റുപറഞ്ഞതിനു ശേഷം പാപ്പ പാലിയം ആശീർവദിച്ച് ഓരോരുത്തരെയും അണിയിക്കുകയാണ് പതിവ്.
കുഞ്ഞാടിന്റെ രോമം കൊണ്ട് നെയ്തുണ്ടാക്കിയ പാലിയം നല്ല ഇടയനായ ക്രിസ്തുവിനോട് രൂപപ്പെടേണ്ട മെത്രാപ്പൊലിത്തയുടെ ഇടയദൗത്യത്തെ സൂചിപ്പിക്കുന്നു. കൈകൊണ്ട് നെയ്തുണ്ടാക്കിയിരുന്ന വെളുത്ത നാടയിൽ 6 ചെറിയ കറുത്ത കുരിശുകളും തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള കഴുത്തിൽ ധരിക്കാനുള്ള സ്ഥാനിക അടയാളമാണ് പാലിയം. പൗലോസ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച റോമിലെ ത്രെഫുന്താന എന്ന സ്ഥലത്ത് നിന്ന് വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ ദിവസം വിശുദ്ധ ആഗ്നസിന്റെ ബസലിക്കയിലേക്ക് 2 കുഞ്ഞാടുകളെ പതിവനുസരിച്ച് കൊണ്ടുപോകും. അവിടെ വച്ച് അവയെ വെഞ്ചരിച്ച് പാപ്പയ്ക്ക് സമ്മാനിക്കും. റോമിലെ ത്രസ്താവരയിലുള്ള ട്രാപ്പിസ്റ്റ് സന്യാസിനിമാർ അതിനെ പരിപാലിക്കും. പിന്നീട് വിശുദ്ധ വാരത്തിലെ പെസഹ വ്യാഴാഴ്ച ആ കുഞ്ഞാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന കമ്പിളിയിൽ നിന്നാണ് പാലിയം നിർമ്മിക്കുന്നത്. ആമസോൺ സിനഡ് കഴിഞ്ഞ് 8 മാസം പൂർത്തിയാകുമ്പോൾ സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അത്യുന്നത സഭാ സമിതിക്ക് രൂപം നൽകി. ആമസോൺ മേഖലയുടെ എക്ലസിയൽ കോൺഫറൻസ് എന്നാണ് സഭാ സിനഡിന്റെ പേര്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആമസോൺ സിനഡ് മാർപ്പാപ്പയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും വികസിപ്പിക്കുകയുമാണ് എക്ലേസിയാൽ കോൺഫറൻസ് സമിതിയുടെ ചുമതല. വികസന ഉദ്യമങ്ങൾക്ക് ഇത് ചുക്കാൻ പിടിക്കും. ആമസോണിന്റെ ആചാരരീതികൾ വളരെ സങ്കീർണവും വിദൂരവീക്ഷണം ആവശ്യമുള്ളതുമായതിനാൽ അതിന്റെ വികാസം വിവിധ വത്തിക്കാൻ കാര്യാലയങ്ങളുമായി പ്രത്യേക രീതിയിൽ സമന്വയിക്കപ്പെടേണ്ടതുണ്ട്. എക്ലേസിയാൽ കോൺഫറൻസിന്റെ മറ്റൊരു ചുമതല ആമസോൺ മേഖലയിൽ സുവിശേഷവൽക്കരണത്തിന് പുതിയ ശുശ്രൂഷ സംവിധാനങ്ങൾ ഏർപ്പെടുത്തലാകും. ഈ കോൺഫറൻസിൽ ബിഷപ്പുമാരും വൈദികരും അൽമായരും ആമസോണിൽ ജീവിക്കുന്ന മിഷണറിമാരും ഉൾപ്പെടും. എക്ലേസിയൽ കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഗോത്രജനതയുടെ 3 പ്രതിനിധികളുണ്ട്. അസംബ്ലിയിലും ഗോത്ര പ്രാതിനിധ്യമുണ്ട്. മുഴുവൻ മിഷനും നിർവഹിക്കുന്നതിൽ ഈ അൽമായ സാന്നിധ്യം സുപ്രധാനമായി മാറും. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെയായിരുന്നു എക്ലേസിയാൽ കോൺഫറൻസിന്റെ ഉദ്ഘാടനം. അതികഠിനമായ നിമിഷങ്ങളിലും സഭ ആമസോൺ മേഖലയിൽ ഭീഷണി നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പമുണ്ടെന്ന സൂചനയായി മാറുക എന്നതുമാണ് സമിതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 4.5 ലക്ഷം പേർക്കാണ് പകർച്ചവ്യാധി ഇവിടെ പിടിപെട്ടത്. 33 ദശലക്ഷം ജനങ്ങളുള്ള ഈ പ്രദേശത്ത് ഇത് വളരെ കൂടിയ സംഖ്യയാണ്. ഏതാണ്ട് 15,000 പേർ മരിച്ചു. എക്ലേസിയൽ കോൺഫറൻസ് നിലവിൽ വന്നതോടെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന സഭാ സംവിധാനങ്ങളുടെ പ്രവർത്തനം പഴയതുപോലെ തുടരുന്നതായിരിക്കുമെന്ന് സിനഡ് വ്യക്തമാക്കി. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധന്റെ ശവകുടീരത്തിനു മേലെയുള്ള അൾത്താരയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും പോലെ യേശുവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. ഐക്യത്തിന്റെ സൃഷ്ടാക്കളും ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാനുള്ള പ്രവാചകന്മാരുമായിരുന്ന അവരെപ്പോലെയാകാൻ നമുക്കും കഴിയണം. ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ബസിലിക്കയിലെ സിംഹാസന അൾത്താരയിൽ പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ പരിമിതമായ അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആചാരമനുസരിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ എക്യുമെനിക്കൽ പാത്രിയാർക്കിസ് ബർത്തലോമയും സംഘവും ഈ ചടങ്ങിന് എത്തേണ്ടതായിരുന്നുവെങ്കിലും യാത്രാവിലക്ക് കാരണം അവർക്ക് എത്താനായില്ല. പത്രോസിന്റെ ശവകുടീരം സന്ദർശിച്ചപ്പോൾ പാത്രിയാർക്കിസിന്റെ സ്മരണ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പാപ്പ ദിവ്യബലി മധ്യേയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. സഭാ ഐക്യം അതിമനോഹരമായൊരു പാരമ്പര്യമാണെന്നും ഐക്യം, പ്രവചനം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ദിവ്യബലിയിൽ സംസാരിച്ച പാപ്പ വിശുദ്ധ പത്രോസും പൗലോസും അനുഭവത്തിലും വ്യക്തിത്വത്തിലും വിഭിന്നരായിരുന്നുവെങ്കിലും സഹോദരന്മാരെപ്പോലെ ഐക്യത്തിൽ വർത്തിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. അത് കർത്താവിന്റെ കൽപ്പനയ്ക്കനുസൃതമായാണ്. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ പീഡനത്തെക്കുറിച്ച് പരാതിപ്പെടുകയല്ല, മോചനത്തിനായി ഒത്തുകൂടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതുപോലെ പരാതിപ്പെടാൻ സമയം കളയാതെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുകയും ഒരുപാട് ചങ്ങലകൾ അഴിക്കപ്പെടുകയും ചെയ്യും. താൻ വധിക്കപ്പെട്ട ഇടം വിശുദ്ധ പത്രോസ് പ്രത്യാശയുടെ മനോഹര സ്ഥാനമാക്കി. നാം ഇന്ന് അവിടെയാണുള്ളതെന്നും പാപ്പ പറഞ്ഞു. താൻ ആരാണെന്ന യേശുവിന്റെ ചോദ്യത്തിന് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന മറുപടിയിലൂടെ പത്രോസ് പൂർണ്ണമായും പരിവർത്തനപ്പെടുകയായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പത്രോസ് പാറയാണെന്ന വചനം
ക്രിസ്തുവാകുന്ന പാറയിലെ കല്ലാണ് പത്രോസ് എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി. വെല്ലുവിളികളുടെ ഈ സമയത്ത് രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ആഹ്വാനം ചെയ്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. അമേരിക്കൻ ജനതയുടെ ദൈവവിശ്വാസം ഒരു നല്ല രാഷ്ട്രത്തെ പടുത്തുയർത്തുമെന്നും മൈക്ക് കൂട്ടിച്ചേർത്തു. ടെക്സാസിലെ ഡാളസിലുള്ള പ്രഥമ ബാപ്റ്റിസ്റ്റ് ദേവാലയമായ മെഗാ ചർച്ച് സംഘടിപ്പിച്ച ഫ്രീഡം സൺഡേയിൽ പങ്കെടുത്ത് സംസാരിച്ച മൈക്ക് പെൻസ് ഇന്ന് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരം പ്രാർത്ഥനയും ഉപവാസവുമാണെന്ന് തുറന്നു പറഞ്ഞു. എബ്രാഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ് അടക്കമുള്ള പ്രമുഖരുടെ പ്രശസ്തമായ വാക്യങ്ങളെ ഉദ്ധരിച്ചായിരുന്നു പെൻസിന്റെ സന്ദേശം. അമേരിക്കൻ ജനതയുടെ ദൈവവിശ്വാസം വരും തലമുറയ്ക്കു വേണ്ടി ഒരു നല്ല രാഷ്ട്രത്തെ പടുത്തുയർത്തുമെന്ന് പെൻസ് പറഞ്ഞു. ഉപവാസത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. തന്റെ സന്ദേശത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രതീക്ഷാനിർഭരമായ വാക്യങ്ങളും പെൻസ് സ്മരിച്ചു. ഗവർണർ ഗ്രെഗ് അബോട്ടിനോടൊപ്പം കോവിഡ് വൈറസിന്റെ പകർച്ച സംബന്ധിച്ച് പ്രാദേശിക ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് മൈക്ക് സംസാരിച്ചിരുന്നു. ആഴമേറിയ ക്രൈസ്തവ വിശ്വാസത്തിന് ഉടമയായ മൈക്ക് പെൻസ് പൊതുവേദികളിലെ തന്റെ പ്രസംഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും പ്രസ്താവിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാറില്ല. പീഡിത ക്രൈസ്തവർക്കു വേണ്ടിയും ഗർഭസ്ഥ ശിശുഹത്യ, സ്വവർഗ വിവാഹം തുടങ്ങിയ തിന്മകൾക്ക് എതിരെയും അദ്ദേഹം നേരത്തെ പരസ്യപ്രസ്താവന നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.